ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു ബീഫ് മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. വെറും കുറഞ്ഞ സമയം കൊണ്ട് ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ബീഫ് മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിങ്ങനെ കുഴിമന്തി മിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കിറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ നമുക്ക് മന്തിക്ക് വേണ്ട എല്ലാ വസ്തുക്കളും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. പിന്നെ സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളും വാങ്ങിക്കാം കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ ഉള്ളത് 1 കിലോ റൈസാണ്. അപ്പോൾ ഞാൻ 1 കിലോ വെച്ചിട്ടാണ് ഇപ്പോൾ ബീഫ് മന്തി ഉണ്ടാക്കിയെടുക്കണത് കേട്ടോ. ഇതുപോലെ നീളമുള്ള ലോങ് റൈസാണ് ഇതിൻ്റെ അകത്തിരിക്കണത് കേട്ടോ. ബസുമതിയുടെ ലോങ് റൈസാണ്. ഇതിനെ ഒന്ന് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കുക കേട്ടോ. ആദ്യം അരി നന്നായിട്ട് കഴുകിയിട്ട് വേണം വെള്ളത്തിൽ കുതിർക്കാൻ. വെള്ളത്തിൽ കുതിർത്തെടുത്തതിന് ശേഷം കഴുകുകയാണെങ്കിൽ അരി പൊട്ടിപ്പോവും കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ ഒരു കുക്കറിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണ്. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കുന്നതിൻ്റെ കൂടെ ഞാനൊരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം കൂടെ ഇട്ടിട്ടാണ് കേട്ടോ പേസ്റ്റ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. ഇതിപ്പോൾ കിറ്റിൽ ഉണ്ടായിരുന്ന സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു ഉണക്കനാരങ്ങ വേണം. അതുപോലെ പട്ട, ഗ്രാമ്പു, ബേ ലീവ്സ് ഇവയെല്ലാം കൂടെ കിറ്റിലുണ്ടായിരുന്നു. അതും കൂടെ ചേർക്കുകയാണ്. സെപ്പറേറ്റ് ഉള്ളവർ സെപ്പറേറ്റ് ചേർക്കുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ മന്തി മസാല വേണം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ 2 ടേബിൾ സ്പൂണോളം മന്തി മസാലയാണ് ചേർക്കുന്നത്. ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാനും കിട്ടും കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. പിന്നെ ഞാൻ ചേർക്കുന്നത് 2 മാഗി ക്യൂബാണ് കേട്ടോ. ഇത് ഈ കിറ്റിൽ ഉണ്ടായിരുന്നതല്ല, സെപ്പറേറ്റ് വാങ്ങിച്ച് ചേർക്കുകയാണ് കേട്ടോ. ചില കിറ്റിൻ്റെ അകത്ത് ഇങ്ങനെ മാഗി ക്യൂബ് ഉണ്ടാവാറുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർക്കുകയാണ്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോണത് ബീഫാണ്. ബീഫ് കണ്ടോ, ഞാൻ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ്. ഏകദേശം ഒരു 1/2 കിലോയോളം ബീഫ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു 6 വിസിൽ വരുന്നത് വരെ ഒന്ന് ഇതിനെ വേവിച്ചെടുക്കാം. ബീഫ് ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരി വേവിച്ചെടുക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ അരിയുടെ 4 ഇരട്ടി വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറിയ കഷ്ണം പട്ടയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഉപ്പ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മളൊന്ന് വെള്ളം ടേസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യണം, എന്നാലേ നമ്മുടെ റൈസിൽ ഉപ്പ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ. ഇനി വെള്ളം ഒന്ന് നന്നായിട്ട് തിളക്കുന്നത് വരെ നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോഴേ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടിത് ഒരു 3/4 വേവാവുന്ന സമയത്ത് വെള്ളത്തിൽ നിന്നും വാർത്തെടുത്ത് മാറ്റാം കേട്ടോ. നമ്മൾ സാധാരണ ചോറ് വെക്കുമ്പോൾ വെള്ളത്തിൽ നിന്നും വാർത്തെടുക്കുന്ന പോലെ അങ്ങ് വാർത്തെടുത്ത് മാറ്റിയാൽ മതി. ഇപ്പോഴാ ഞാൻ റൈസൊക്കെ വേവിച്ച് ഒരു 3/4 വേവാകിയപ്പോത്തിന് വെള്ളത്തിൽ നിന്ന് വാർത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ 3/4 ഭാഗം വേവിച്ചെടുത്തിരിക്കുന്ന റൈസ് ഉണ്ടല്ലോ, അത് ഈ ബീഫിൻ്റെ മുകളിലേക്ക് അങ്ങ് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പതാ ഞാൻ റൈസ് മുഴുവനും കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ചെറിയൊരു പാത്രം വെച്ച് അതിലേക്ക് നല്ല ചൂടുള്ള ചിരട്ടയുടെ കനൽ വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ പകരം ചാർക്കോളിൻ്റെ പീസ് ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പുകഞ്ഞു വരും. ഈ പുകയൊന്ന് വരുന്നതോട് കൂടെ നമുക്ക് കുക്കർ അടച്ചിട്ട് തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ആവിയൊക്കെ നല്ല പോലെ പോയതിനു ശേഷം കുക്കർ തുറക്കുക. എന്നിട്ട് ഈ മുകളിലുള്ള ചിരട്ട കനലൊക്കെ മാറ്റുക. എന്നിട്ട് ഞാനിപ്പോൾ ഇത് ഇളക്കി കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇതപ്പം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക.
അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ കിഡിലൻ ബീഫ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറയല്ല. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ കുറഞ്ഞ വസ്തുക്കൾ ആവശ്യമുള്ളൊരു ബീഫ് മന്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.